കുറച്ച് നാളായി കണ്ടിട്ട് നമുക്ക് ഇന്നും ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള പഠനത്തിലേക്ക് പോകാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം PYQവും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആലോചിച്ച് വെച്ചേക്കുക. മാർക്ക് ഷുവറാണ്, നോക്കിക്കൊള്ളുക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രാൻസ്ഫോമർ വർക്ക് ഓൺ. ട്രാൻസ്ഫോമർ എന്ത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ ഇങ്ങനെ വരയ്ക്കുന്നത്. ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിങ് ഉണ്ട്, ഒന്ന് പ്രൈമറി എന്നും അടുത്ത സെക്കൻഡറി വൈൻഡിങ് എന്നും പറയും. ഒരു സൈഡിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, അടുത്ത സൈഡിലേക്കാണ് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ചെയ്ത് തരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. വൈൻഡിങ്ങിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് കൊടുക്കുന്നു. ഇവിടെ നിന്ന് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ ട്രാൻസ്ഫോമർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ട്രാൻസ്ഫോമർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആലോചിച്ച് വെച്ചേക്കുക. ഇനി പവർ ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ടാക്കിയേക്കുന്ന എന്ത് സാധനം വെച്ചാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് വെച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്, ട്രാൻസ്ഫോമറിന്റെ പവർ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ കോർ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും, എന്ത് വെച്ചിട്ടാണെന്ന് ചോദിക്കും. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് വഴിയാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങൾ ഇലക്ട്രീഷ്യനിലെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. DC ജനറേറ്റർ എന്നുള്ള ആദ്യത്തെ പാഠത്തിൽ DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താണ്, ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി അടുത്ത ഫാനിൽ കപ്പാസിറ്റർ ഇല്ലാതെ വർക്ക് ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാനിൽ കപ്പാസിറ്റർ ഇല്ലാതെ വർക്ക് ചെയ്യത്തില്ല. കാരണം ഫാൻ ഒരു മോട്ടറാണ്, ഫാൻ ഒരു പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്. അറിഞ്ഞിരിക്കുക, ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫാൻ ഒരു പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്, ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, കപ്പാസിറ്റർ ഉണ്ടെങ്കിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ സ്പേസ് സ്പ്ലിറ്റ് ചെയ്ത് വേണം അകത്തേക്ക് കൊടുക്കാൻ. അതിന് സഹായിക്കുന്ന ആരാണ്, കപ്പാസിറ്റർ ആണ്. അപ്പൊ ഒരു ഫാനിന്റെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. SI യൂണിറ്റ് ഓഫ് ചാർജ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് ചാർജ്, SI യൂണിറ്റ് എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബ് ആണ്. ചാർജിന്റെ SI യൂണിറ്റ് എന്താണ്, കൂളോംബ് ആണ്. അതേപോലെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. ഇതിന്റെ ഇക്വേഷൻ ഉണ്ട്. കറണ്ടും സമയവും ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം, I×T ആണ്. I×T, ഇവിടുത്തെ I എന്താണ്, കറണ്ട് ആണ്. T എന്താണ്, ടൈം ആണ്. ആലോചിച്ച് വെച്ചേക്കുക. ഒരു മാർക്ക് ഷുവർ ആവാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. വാട്ട്സ് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. HP എന്ന് പറയുന്നതും പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാ പവറിനെ പറയുന്ന സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് ആണ് വാട്ട്സ് എന്ന് പറയുന്നത്. HP എന്ന് പറയുന്നത് മിഷൻസിന്റെ പവർ അളക്കാൻ യൂസ് ചെയ്യുന്ന പവറിന്റെ യൂണിറ്റ് ആണ്. എന്തെന്ന് പറയുന്നത് HP എന്ന് പറയുന്നത്. ഈ HP-യുടെ ഫുൾ ഫോം ഹോഴ്സ് പവർ എന്നാണ്, കുതിരശക്തി എന്നാണ്. ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ട്സിന് തുല്യമാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റി എന്നുള്ള സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റിവിറ്റി എന്നുള്ള സാധനത്തിന് എന്താ പറയാ, നമ്മള് ρL/A എന്നൊക്കെ നമ്മൾ എഴുതും. അപ്പൊ ഈ റോയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ മെറ്റൽ ഏതാണെന്നും അവിടുത്തെ താപനില എത്രയാണെന്നും ഉള്ളതാണ്. മെറ്റലിനെയും താപനിലയെയും ആശ്രയിച്ചാണ് അവിടുത്തെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കുക. റെസിസ്റ്റിവിറ്റി കൂടുതലാണോ കുറവാണോ, കൂടുമോ കുറയോ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ അവിടുത്തെ മെറ്റലിനെയും ടെമ്പറേച്ചറിനെയാണ് ആശ്രയിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടെ പറയാം. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച്, നീളം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂടും. അതേപോലെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതായത് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടുത്തെ ഏരിയ കുറവായിരിക്കും. ഓക്കെ, അതായത് ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. എന്തുകൊണ്ടാണ് നമ്മുടെ 3 പിൻ സോക്കറ്റുകളുടെ എർത്ത് പോയിന്റ് വലുതാക്കി വെച്ചേക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അവിടുത്തെ ഏരിയ കൂടുതലാണ്. ഓക്കെ, ഇത് എന്താ പറയാ, ഫേസിൻ്റെതും ഇത് ന്യൂട്രലിൻ്റെതും ഇത് എർത്തിൻ്റെയും പോയിന്റ്സ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ എർത്തിന്റെ പോയിന്റ് മാത്രം വലുതാക്കി കൊടുത്തേക്കുന്നു. എന്താണ് കാരണം, അവിടുത്തെ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടിയാൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫാൾട്ട് കറണ്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് എർത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഏത് സൈഡിൽ കൂടെ പോകാൻ പറ്റുക, എർത്ത് പോയിന്റ് കൂടെ ഇല്ലേ. കാരണം അവിടെ ഏരിയ കൂടുതലാണ്, അവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഒരു ഫാൾട്ട് കറണ്ട് വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, പിടിച്ച് എർത്തിലേക്ക് കളയാനും നമ്മുടെ ബ്രേക്കർ ട്രിപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധിച്ച് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, നോക്കിക്കോ, ഈ ഇക്വേഷൻ കണ്ടോ, ഈ ഇക്വേഷൻ V = IR നമ്മുടെ ഓംസിൽ വെച്ചിട്ട് നമ്മൾ
ക്രിയേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്നത്. ആലോചിച്ച് വെച്ചേക്കാം, ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നോക്കൂ, പി എന്താണ്? പവർ ആണ്. പി എന്താണ്? പവർ ആണ്. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ എന്ന് കൊടുത്തേക്കുന്നു. വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ എന്ന് കൊടുത്തേക്കുന്നു. അതായത് പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതിന്റെ കൂടെ ഒരാളൂടെ വരും, കോസ് ഫൈ. എവനെ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. എന്താണ്? പവർ ഫാക്ടർ. അതായത് ഒന്ന് ആലോചിക്കുക, ഒരു സർക്യൂട്ടിലെ നമ്മുടെ വോൾട്ടേജ് ഇവിടെയും ഇത് കറണ്ടും ആണെന്ന് വയ്ക്കുക. ഇത് കറണ്ടും ആണെന്ന് വയ്ക്കുക. ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ആംഗിൾ വരച്ചൂടെ? അതിനെ ഞാൻ ഫൈ എന്ന് വിളിച്ചു. അതിനെ ഞാൻ ഫൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ കൊസൈൻ ഓഫ് ദ ആംഗിൾ ഫൈ ആണ് നമ്മൾ എന്താന്ന് പറയുന്നത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമില്ല, പവർ ഫാക്ടർ ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിളിന്റെ കോസ്, നമ്മൾ സൈന്, കോസ്, ടാൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അതിന്റെ കൊസൈൻ എടുക്കുന്നതാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവറിന്റെ മറ്റൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. എവനെ ഉപകാരപ്പെടും, ഓർത്ത് വെച്ചേക്കുക. എവനെ ഉപകാരപ്പെടും, ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി പവർ കുറവാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ കറണ്ടിനെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് പവറിനെയും പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് വെച്ചേക്കാം. പക്ഷെ ഇവിടെ വോൾട്ടേജിന്റെ സ്ക്വയർ ആണ്. അവിടെ വെറും വോൾട്ടേജ് ആണ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ വോൾട്ടേജിന്റെ സ്ക്വയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരു ഇക്വേഷൻ അല്ലേ എന്ന് വിചാരിക്കരുത്. ഇവിടെ വി സ്ക്വയർ ബൈ ആർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. വി സ്ക്വയർ ബൈ ആർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അവിടെ നിൽക്കട്ടെ, അവൻ അവിടെ ഇട്ടേക്കാം നമുക്ക്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഫാക്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് പി വൈക്ക് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും കാര്യങ്ങൾ മാത്രമാണ് അവിടെ എടുത്തേക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഡി സിയെ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കടത്തിവിടാൻ പറ്റില്ല. ട്രാൻസ്ഫോമറിലൂടെ നമുക്ക് ഡി സി കൊടുക്കാൻ പറ്റത്തില്ല. എന്താണ് കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ചിലപ്പോൾ നാളെ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഒന്ന് ആലോചിക്കാം, അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇല്ല. ഡി സിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇല്ല. ഡി സി ഒരു സ്ട്രെയിറ്റ് ലൈൻ വേവ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഫേസ് ഷിഫ്റ്റോ ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ എന്താ പറയാ, ഈ പറയുന്ന പോലെ ഫ്ലെക്സിലുള്ള ചേഞ്ചോ അവിടെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡി സിയെ ട്രാൻസ്ഫോമറിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഡി സിയെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കാൻ പറ്റാത്ത, കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം ഇതാണ്. കാരണം അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഡി സിയിൽ നടക്കുന്നില്ല. ഡി സിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഈ ഡി സി എന്ന് പറയുന്ന സാധനത്തിന് ഫ്ലെക്സിൽ ചേഞ്ച് വരൂല്ല. ഈ രണ്ട് പോയിന്റ് ആലോചിച്ച് വെച്ചേക്കാം. ഒരു പക്ഷേ ചോദിക്കാം, ഡി സി എന്തുകൊണ്ട് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലേക്ക് ഡി സി ഉപയോഗിക്കാത്തതിന്റെ കാര്യമുണ്ട്. ഒരു പക്ഷേ നോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നായിരിക്കാം കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ, അല്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നായിരിക്കാം. ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് ഓപ്ഷനെ കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, ആലോചിച്ച് വെച്ചേക്കാം. ഇനി കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സിമൻസ് എന്ന് പറയും. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സിമൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ടൻസും ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? കറണ്ടിനെ തടയുന്ന പ്രോപ്പർട്ടിയാണ്. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ കറണ്ടിനെ കടത്തിവിടുന്ന പ്രോപ്പർട്ടിയാണ്. അതിന്റെ യൂണിറ്റ് സിമൻസ് ആണ്. സിമൻസ് അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന് യൂണിറ്റ് ഓം അല്ലായിരുന്നോ? ഇത് തലതിരിച്ചിട്ടാ മതി, മോ, MHO. അതേപോലെ തന്നെ ഓമിന്റെ സിമ്പൽ ഇതായിരുന്നു എങ്കിൽ മോയുടെ സിമ്പൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തല തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. മോയും സിമൻസും ഉണ്ട്. സിമൻസ് ആണ് നമുക്ക് എപ്പോഴും ഓപ്ഷനിൽ കാണാൻ സാധ്യതയുള്ളത്. അത് പഠിച്ചു വെക്കുക. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ എസ് എ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസിനോ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസിനോ ഒക്കെ ചോദിച്ചിട്ട് സിമൻസ് ആണ് ആൻസർ ആയിട്ട് തരാനുള്ളതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഇനി കോൺഡ്യൂട്ട് വയറിംഗ് ഉപയോഗിക്കുന്നത് എവിടെയെന്ന് ചോദിക്കും. ഇൻഡസ്ട്രിയൽ പർപ്പസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലാണ് കോൺഡ്യൂട്ട് വയറിംഗ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചേക്കുക. കോൺഡ്യൂട്ട് വയറിംഗ് ഇൻഡസ്ട്രീസിലാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത നോക്കിക്കോ, സ്വിച്ച് ഷുഡ് ബി കണക്റ്റഡ് ടു എവിടെയാണ്? ന്യൂട്രലിലാണോ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്? ഫേസിലാണോ, എർത്തിലാണോ? എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഫേസ് വയറിലാണ്. അറിഞ്ഞിരിക്കുക. ഇത് ഒരു 7ാം ക്ലാസ് ലെവല് അല്ലെങ്കിൽ ഒരു ITIയിൽ തന്നെ നല്ല വർക്കറിലെ നല്ല ബേസിക് ലെവലിലുള്ള എക്സാം ആയിരിക്കും. ബേസിക് ലെവലിലുള്ള എക്സാം ആണ്. അപ്പോൾ ആ ഒരു ലെവൽ മുതൽ അങ്ങ് മണ്ട വരെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അതുകൊണ്ട് മുമ്പ് വന്നിട്ടുള്ള ഈ ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും മൊത്തം എടുത്ത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇത് എന്തൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ, ഒരു മാർക്കാണ്. ഒരു പക്ഷേ പെട്ടെന്ന് നമ്മൾ ചാടിക്കയറി കറുപ്പിക്കുന്ന ഒരു പോയിന്റ് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് മാറിപ്പോകും, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരത്തിലോട്ട് എത്താതെ മാർക്ക് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇനി ഓയിൽ, നമ്മൾ ട്രാൻസ്ഫോമറിന്റെ അകത്ത് നമ്മൾ ഓയിൽ ഇമ്മേഴ്സ് ചെയ്യാറുണ്ട്, ഓയിൽ ഒഴിക്കാറുണ്ട്, ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഓയിൽ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന കൂളിങ്ങിനും ഇൻസുലേഷനും വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫോമർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയില്ലേ, അതിനെ കൂൾ ചെയ്യാനും അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെ എന്താ പറയാ
ഇൻസുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓയില് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എല്ലാവർക്കും അറിയായിരിക്കും. KVA റേറ്റിംഗ് ആണ്. ഇത്ര KVA ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ പറയുന്നത്. അറിഞ്ഞിരിക്കുക. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. നിങ്ങൾ വേറൊരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, എക്സ്പെരിമെന്റ് കൈറ്റിയിൽ ചെയ്തപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ. നമ്മൾ എന്താ വോൾട്ടേജ് 0 to റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ. സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോ ട്രാൻസ്ഫോമറിനെ. എല്ലാ സർക്യൂട്ടിന്റെ മിക്കുള്ള സർക്യൂട്ടിന്റെ ആ തുടക്കത്തിലായിട്ട് നമ്മൾ സിംഗിൾ ഫേസിലും 3 ഫേസിലും ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. മോട്ടറിനെയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് മോട്ടറിനെയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്ത് പഠിച്ച ഓട്ടോ ട്രാൻസ്ഫോമർ ഇല്ലേ, അത് എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. അതിന്റെ അകത്ത് ഒരു സിംഗിൾ കോയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരച്ച് പഠിച്ച പടം സർക്യൂട്ടൊക്കെ വരച്ചപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ആരോ ആയിരിക്കും നമ്മൾ കൊടുത്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതിനെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മുടെ 0 to 70 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റേറ്റിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സെൽഫ് ഇൻഡക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു വെച്ചേക്കുക. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമർ സെൽഫ് ഇൻഡക്ഷനും ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷനും ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ട്രാൻസ്ഫോമറിന്റെ അകത്ത് എന്താ പറയാ, ഓയിൽ നിറച്ചേക്കുന്നതിന്റെ കാര്യം കൂളിങ്ങിനും ഇൻസുലേഷനും വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് കൂടുതലും പറയുന്ന KVA അല്ലെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത നോക്കോ, എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 98 or 99 ഓപ്ഷനിൽ കാണും, അല്ലെങ്കിൽ 98 to 99% എന്ന് കാണും. എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്ഫോമർ എന്ന് ജനറലി പറയുന്ന 98% എഫിഷ്യൻസി പവർ ട്രാൻസ്ഫോമറിന് കാണുമെന്നാണ്, അല്ലെങ്കിൽ 99% എഫിഷ്യൻസി കാണുമെന്നാണ്. 98 മുതൽ 99 വരെ എഫിഷ്യൻസി കാണുമെന്നാണ്. അറിയിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂട്രലിന്റെ കളർ എപ്പോഴും ന്യൂട്രൽ വയറിന്റെ കളർ ബ്ലാക്ക് ആയിട്ടായിരിക്കും. ഈ റൂൾ പ്രകാരം, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം ഉള്ളത് എന്താണ്? ന്യൂട്രലിന്റെ കളർ ബ്ലാക്ക് ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഒരു മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമമാണ് എന്തെന്ന് പറയുന്ന ഒരു മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഓരോ വിരലിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഫോർ ഫിംഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, മിഡിൽ ഫിംഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, ഇനി തീർന്നിട്ടില്ല, കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ഫ്യൂസിന്റെ റേറ്റിംഗ് ഒരിക്കലും നമ്മളവിടെ കൊടുത്തേക്കുന്ന കേബിളിന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ പോകാൻ പാടില്ല. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കേബിളിന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ പോകാൻ പാടില്ല, അതിന് താഴെ നിൽക്കാവൂ. അറിഞ്ഞിരിക്കുക, ഫ്യൂസിന്റെ റേറ്റിംഗ് ഷുഡ് ബി ലെസ് ദാൻ കേബിൾ കപ്പാസിറ്റി. കേബിൾ കപ്പാസിറ്റിയെക്കാട്ടി കുറഞ്ഞ ഫ്യൂസിന്റെ റേറ്റിംഗ് എപ്പോഴും നിൽക്കാവൂ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി എവനെ നമ്മളിവിടെ ഇട്ടേണ്ട ഒരു കാര്യമുണ്ട്, പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ജസ്റ്റ് നോക്കുക. 30 വാട്ട്സ്, 45 വാട്ട്സ്, 60 വാട്ട്സ്, 100 വാട്ട്സ്, ഇങ്ങനെയുള്ള 4 ബൾബുകൾ നിങ്ങൾക്ക് തന്നേക്കുന്നു. ഓക്കെ, ഇതെല്ലാം പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും മാക്സിമം പവറിൽ വർക്ക് ചെയ്യുന്നത് ഏത് ബൾബാണ്? വിച്ച് ബൾബ് ഗ്ലോ മോർ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതുപോലെ പല ഡിഫറെന്റ് മെത്തേഡ്സിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിലാണ് ഒന്നാമത്തെ കാര്യം. എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിലാണ് ഒന്നാമത്തെ കാര്യം. അറിഞ്ഞിരിക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും മക്കളെ? ഈ ഒരു സർക്യൂട്ട് വരയ്ക്കാം. 1, 2 പാരലൽ കണക്ഷൻ എന്നല്ലേ പറഞ്ഞാൽ, 3, 4. ഓക്കെ, കണക്ട് ചെയ്തു. എവന്മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി സോഴ്സ് കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇനി പറഞ്ഞേക്കുവാണ് 30 വാട്ട്സിന്റെയാണ്. 30 വാട്ട്സ് എങ്ങനെ കൊടുത്തു? 30 വാട്ട്സ്, അടുത്ത 45, 60, 100 വാട്ട്സ് എന്നും പറഞ്ഞ് നമ്മൾ ബൾബിന്റെ റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ആ ബൾബ് ഇങ്ങനെ പാരലായിട്ട് കൊടുത്തേക്കുന്നു. എല്ലാവർക്കും അറിയാം, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറന്റ് ആയിരിക്കും. വോൾട്ടേജ് എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം. ഇവിടെ V1 ആണെങ്കിൽ എല്ലായിടത്തും V1 തന്നെയായിരിക്കും വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആയിരിക്കും. കറണ്ട് മാത്രമായിരിക്കും ഡിഫറൻറ്റ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇവിടെയാണ് നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ഈക്വേഷന്റെ ആവശ്യം വരുന്നത്. ഒന്ന് ആലോചിക്കുക, വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവനെ ജസ്റ്റ് നമുക്കങ്ങ് കളയാം. ഇനി ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്യുക. നോക്കിയേ, പവർ കുറവാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതേപോലെ പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഇനി ആലോചിക്കാം, നമുക്ക് മാക്സിമം പവറിൽ ഗ്ലോ ചെയ്യുന്ന മാക്സിമം പവർ എടുത്ത് ഫുൾ ഗ്ലോ, നല്ലവണ്ണം ബൾബ് ഗ്ലോ ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ?
മാക്സിമം പവർ എടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആലോചിക്കുക, ഇവിടുത്തെ റെസിസ്റ്റൻസും പവറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതായത് പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതിനാണ് പവർ കൂടുതൽ അത് തന്നെയായിരിക്കും അവിടെ മോർ ഗ്ലോയിൽ കത്തുന്നത്. പവർ കൂടുതൽ ഏതിനാ? 30 ആണോ 45 ആണോ 60 ആണോ 100 ആണോ? 100 ആണ്. അപ്പൊ 100 വാട്ട്സിന്റെ ബൾബ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മാക്സിമം ബ്രൈറ്റ്നെസ്സിൽ കത്തുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻ വേണ്ടി വന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പാരലൽ കണക്ഷനിൽ ഇത്ര ബൾബ് തന്നേക്കുന്നു, അപ്പോൾ അവിടെ എന്താവുന്നു? പാരലൽ കണക്ഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ് സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ വി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് അവനെ അങ്ങ് മാറ്റാം. പിന്നെ ലോജിക്കാണ്, പവർ കൂടുകയാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടുത്തെ പവറും കുറവായിരിക്കും. ആ ഒരു ലെവലിൽ ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് ആലോചിച്ച് വെച്ചതിന് ശേഷം ഈ കണക്ക് ചെയ്യുക. ഓക്കെ, ഈ കണക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈൻഡിലാണ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ്? പവർ കൂടുതലാണ് എങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കുറവായിരിക്കും, പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഏതാണ്? പവർ കൂടിയതായിരിക്കും കൂടുതൽ ഗ്ലോയിൽ കത്തുക എന്നുള്ള രീതിക്ക് ആലോചിച്ച് വെച്ചേക്കാം.